ഇന്ത്യയുടെ ഹൈവേകളിൽ യുദ്ധവിമാനങ്ങൾ ലാൻഡിംഗ് നടത്തുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും വെറും ശക്തി പ്രകടനം മാത്രമല്ല, അതായത് വെറും ഷോ അല്ല എന്ന്. ഗംഗ എക്സ്പ്രസ് വേയിൽ IAFന്റെ ചരിത്രപരമായ ലാൻഡ് ആൻഡ് ഗോ ഒരു നാഴികക്കല്ലാണ്. പക്ഷേ ഹൈവേ ബേസ്ഡ് പ്രവർത്തനങ്ങളിലെ പ്രധാന വെല്ലുവിളികളും ഇത് വെളിപ്പെടുത്തുന്നു. മെയ് 2 വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ സാക്ഷ്യം വഹിച്ചത് ചരിത്ര നിമിഷങ്ങൾക്കാണ്. ഗംഗ എക്സ്പ്രസ് വേയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങി. IAF വിജയകരമായി ലാൻഡ് ആൻഡ് ഗോ ഓപ്പറേഷൻ നടത്തി. ഇന്ത്യയുടെ പ്രതിരോധ വ്യോമയാന ചരിത്രത്തിൽ ആദ്യമായി പകൽ സമയത്തും രാത്രിയിലും യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ അനുവദിച്ച ഈ ഓപ്പറേഷൻ താൽക്കാലിക റൺവേയായി പ്രവർത്തിച്ച ഗംഗ എക്സ്പ്രസ് വേയുടെ 3.5 കിലോമീറ്റർ ഭാഗത്താണ് നടന്നത്. ഈ ഒരു അഭ്യാസത്തിൽ വ്യോമസേനയുടെ റഫേൽ Su-30 MKI, മിറാഷ് 2000, MiG-29, ജഗോർ തുടങ്ങി ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളാണ് പങ്കെടുത്തത്. കൂടാതെ C-130J, സൂപ്പർ ഹെർക്കുലീസ്, AN-32, Mi-17, V-5 ഹെലികോപ്റ്റർ തുടങ്ങിയ ഗതാഗത പിന്തുണാ വിമാനങ്ങളും പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. ഈ താൽക്കാലിക എയർ സ്ട്രിപ്പിന് വേണ്ടി ഒരു കാറ്റഗറി 2 ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം, അതായത് ILS സജ്ജീകരിച്ചിരുന്നു. ഈ നൂതന സാങ്കേതിക വിദ്യ കുറഞ്ഞ വിസിബിലിറ്റിയുള്ള ലാൻഡിംഗ് അനുവദിക്കുന്നു. ILS എന്നത് ഒരു ഗ്രൗണ്ട് അധിഷ്ഠിത റേഡിയോ നാവിഗേഷൻ സിസ്റ്റമാണ്. ഇത് തുടർച്ചയായി 24 മണിക്കൂർ പ്രവർത്തനങ്ങൾക്കായി റൺവേയുടെ ലഭ്യതയും ഫലപ്രദമായി ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇതിനു മുന്നേയും ഇതുപോലുള്ള ശക്തി പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. ആഗ്ര, ലക്നൌ, പൂർവാഞ്ചൽ എക്സ്പ്രസ് വേകളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നു, അതും പകൽ സമയങ്ങളിൽ മാത്രം. നേരം ഇരട്ടിയാൽ അവ നടത്തുന്ന രീതി മുൻപുണ്ടായിരുന്നില്ല. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വഴക്കമുള്ള വ്യോമ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യയുടെ സന്നദ്ധതയിൽ ഷാജഹാൻപൂർ ഡ്രിൽ ഒരു സുപ്രധാന നീക്കം കാഴ്ചവച്ചിരിക്കുകയാണ്. രാത്രി ലാൻഡിംഗ് ശേഷി അവതരിപ്പിച്ചുകൊണ്ട് ഗംഗ എക്സ്പ്രസ് വേ ഇന്ത്യയുടെ സൈനിക സന്നദ്ധത വേറെ തലത്തിൽ എത്തിച്ചിരിക്കുകയാണ്. സംഘർഷമോ ദുരന്തമോ ഉണ്ടാകുമ്പോൾ അടിയന്തര താവളങ്ങളായി വർത്തിക്കുന്നതിന് ദേശീയപാതകളിൽ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റീസ് ELF വികസിപ്പിക്കുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് എയർ സ്ട്രിപ്പ്. ഇനി ഇവിടെയുള്ള വെല്ലുവിളികളും കൂടി ഒന്ന് നോക്കാം. യുദ്ധം കൂടുതൽ അൺബാലൻസ്ഡും അതുപോലെ ഹൈടെക്കും ആകുമ്പോൾ സാധാരണ വ്യോമതാവളങ്ങൾ തകർന്നാലും ഒരു രാജ്യം അതിന്റെ വ്യോമ പ്രവർത്തനങ്ങൾ തുടരേണ്ടത് വളരെ പ്രധാനമാണ്. ഈ പ്രകടനത്തോടെ ഹൈവേകളുടെ ഭാഗങ്ങൾ യുദ്ധവിമാനങ്ങൾക്കുള്ള ELFകളായി മാറ്റുന്നതിനുള്ള ഇന്ത്യയുടെ കഴിവാണ് വ്യക്തമായത്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 4 പ്രവർത്തനക്ഷമമായ ഹൈവേ സ്ട്രിപ്പുകളുണ്ട്. യുദ്ധവിമാനങ്ങൾക്ക് റോഡുകളിൽ ഇറങ്ങാൻ കഴിയുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ദേശീയ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാകാൻ എത്രത്തോളം കഴിയുമെന്ന് വിശ്വാസം വളർത്തി. സൈനിക വ്യോമതാവളങ്ങളും ഹൈവേ റൺവേകളും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് നിർമ്മിച്ചവയാണ്. അവയ്ക്ക് വളരെ വ്യത്യസ്തമായ രൂപകൽപ്പനകളുമാണ് ഉള്ളത്. ഈ വ്യത്യാസങ്ങൾ അറിയുന്നത് തിയറി മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലെ സൈനിക ഉപയോഗത്തിലും ഇത് പ്രധാനമാണ്. പ്രത്യേകിച്ചും ശക്തമായ വ്യോമ മിസൈൽ സേനകളുള്ള 2 ആണവായുധ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് സർഫസ് ക്വാളിറ്റിയും ശക്തിയുമാണ്. സൈനിക വ്യോമതാവളങ്ങൾ ശക്തമായ കോൺക്രീറ്റ് അല്ലെങ്കിൽ പ്രത്യേകം സംസ്കരിച്ച അസ്ഫാൾട്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ വീണ്ടും വീണ്ടും പറന്നുയരുകയും ഇറങ്ങുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഹൈ പ്രഷറും അതുപോലെ ലോഡും അല്ലെങ്കിൽ ഹെവി വെയിറ്റും കൈകാര്യം ചെയ്യുന്നതിനാണ് ഈ സർഫസ് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം കളയാൻ സഹായിക്കുന്ന ഗ്രൂവുകളും വിമാന ടയറുകളിൽ നിന്ന് റബ്ബർ അടിഞ്ഞുകൂടുന്നത് തടയാൻ പ്രത്യേക കോട്ടിങ്ങുകളും കർശനമായ സൈനിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി പതിവായി പരിപാലിക്കുന്നതും ഒക്കെ ഇതിന്റെ നിർമ്മാണത്തിലും മെയിൻ്റനൻസിലും ഉൾപ്പെടുന്നുണ്ട്. മറുവശത്ത് ഹൈവേകൾ. ഗംഗ എക്സ്പ്രസ് വേ പോലുള്ള ആധുനിക ഹൈവേകൾ പ്രധാനമായും വാഹനങ്ങൾക്കായി നിർമ്മിച്ചവയാണ്. ഷാജഹാൻപൂരിലെ എയർ സ്ട്രിപ്പ് വിമാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാധാരണ സൈനിക റൺവേകൾക്കുള്ള പ്രത്യേകമായ ലെയേഴ്സ് ഇവിടെയില്ല. അതിവേഗ ലാൻഡിംഗ് അല്ലെങ്കിൽ ടേക്ക് ഓഫുകളിൽ സ്കിഡിംഗ്, ഹൈഡ്രോപ്ലാനിംഗ് അതായത് വെള്ളത്തിൽ തെന്നിമാറൽ അല്ലെങ്കിൽ ടയറിന്റെ കേടുപാടുകൾ എന്നിവയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഇത് ജെറ്റുകൾക്ക് അത്രത്തോളം സേഫ് അല്ല. ഇനി റൺവേയുടെ അളവുകളാണ്. റൺവേയുടെ വലിപ്പം മറ്റൊരു വലിയ വ്യത്യാസമാണ്. റഫേൽ അല്ലെങ്കിൽ മിറാഷ് 2000 പോലുള്ള വിമാനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സൈനിക റൺവേകൾ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തിരിക്കുന്നു. വേഗത കൂട്ടാനും വേഗത കുറയ്ക്കാനും ചിറകുകൾക്ക് മതിയായ അകലം പാലിക്കാനുമുള്ള സ്ഥലം ഇതിൽ ഉൾപ്പെടുന്നു. റഫേൽ അല്ലെങ്കിൽ മിറാഷ് 2000 പോലുള്ള ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് STOL വിമാനങ്ങൾക്ക് ഈ എയർ സ്ട്രിപ്പ് നല്ലതാണെങ്കിലും ഹൈവേകളിലെ സ്ഥലപരിമിതി വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. സാധാരണ വ്യോമതാവളങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അത്ര വിശാലമായ സുരക്ഷാ മാർജിനുകൾ ഇല്ലാത്ത ദുഷ്കരമായ സാഹചര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഫൈറ്റർ പൈലറ്റുമാർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അടുത്തത് തടസ്സങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ വശങ്ങളാണ്. തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് കൈകാര്യം ചെയ്യുന്നതിൽ ഹൈവേ എയർ സ്ട്രിപ്പുകൾ സാധാരണ സൈനിക എയർ ബേസുകളെ പോലെ അത്രത്തോളം കാര്യക്ഷമമല്ല. സമീപത്തുള്ള ബിൽഡിംഗ്സും സ്ട്രക്ചേഴ്സും എത്ര ഉയരത്തിലാകണമെന്നും റൺവേയോട് എത്ര അടുത്തായിരിക്കണമെന്നും കർശനമായ നിയമങ്ങളുള്ള സംരക്ഷിത പ്രദേശങ്ങളിലാണ് സൈനിക എയർബേസുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഹൈവേകൾ സാധാരണ സിവിലിയൻ പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്.
പലപ്പോഴും വൈദ്യുതി ലൈനുകൾ, മരങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കാം. ഇവ വിമാനങ്ങൾക്ക് പറന്നുയരുന്നതിനോ അതുപോലെ ഇറങ്ങുന്നതിനോ ഒക്കെ ബുദ്ധിമുട്ടാകും. പ്രവർത്തന പിന്തുണ അടിസ്ഥാന സൗകര്യങ്ങളാണ് അടുത്തത്. സൈനിക വ്യോമതാവളങ്ങൾ വിമാനങ്ങൾക്കുള്ള മിനി നഗരങ്ങൾ, മിനി സിറ്റീസ് പോലെയാണ്. എല്ലാമുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ ടവറുകളുണ്ട്, നാവിഗേഷൻ ഉപകരണങ്ങളുണ്ട്, ഇന്ധന സംഭരണമുണ്ട്, റിപ്പയർ ഹാങ്കറുകളുണ്ട്, അടിയന്തര സേവനങ്ങളുണ്ട്. എന്നാൽ ഇതിന് നേരെ വിപരീതമായി ഹൈവേ എയർ സ്ട്രിപ്പുകൾ മൊബൈൽ അല്ലെങ്കിൽ താൽക്കാലിക സജ്ജീകരണങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് സുരക്ഷ. പരിമിതമായ ആക്സസ്, 24 hours സർവൈലൻസ്, ക്വിക്ക് റെസ്പോൺസ് ടീംസ് എന്നിവയാൽ സൈനിക വ്യോമതാവളങ്ങൾ കനത്ത സംരക്ഷണത്തിലാണുള്ളത്. അതേസമയം ഹൈവേകൾ പൊതു റോഡുകളാണ്. അവയെ എയർ സ്ട്രിപ്പുകൾക്കായി മാറ്റുക എന്നതിനർത്ഥം പതിവ് ഗതാഗതം നിർത്തുക, എൻട്രി എക്സിറ്റ് പോയിന്റുകൾ തടയുക, ശക്തമായ സുരക്ഷാ നടപടികൾ സ്ഥാപിക്കുക എന്നിവയാണ്. ഇതിന് ധാരാളം ആസൂത്രണവും പരിശ്രമവും സമയവും ആവശ്യമാണ്. ഇനി ഈ വ്യത്യാസങ്ങളൊക്കെ എന്തുകൊണ്ട് പ്രധാനമാണ്? അതായത് ഈ എയർ ഷോ വെറും ഷോ മാത്രമല്ല. അതെങ്ങനെയെന്നൊന്നു കൂടി നോക്കാം. ഹൈവേ എയർ സ്ട്രിപ്പുകളും പൂർണ്ണ സൈനിക എയർ ബേസുകളും തമ്മിലുള്ള വ്യത്യാസം ടെക്നോളജി ബേസിസിൽ മാത്രമല്ല, അതിന് പ്രധാനമായ തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. സമാധാനകാലത്ത്, അതായത് പീസ് ടൈമിൽ എത്ര തവണ എത്രത്തോളം വ്യാപകമായി പരിശീലനം നടത്താമെന്നതിനെ ഈ വ്യത്യാസങ്ങൾ ബാധിക്കുന്നു. എന്നാൽ യുദ്ധസമയത്ത് ഈ വ്യോമ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുമോ അതോ നിർത്തലാക്കണോ എന്ന് തീരുമാനിക്കാൻ സഹായിക്കും. നിലവിലുള്ള വ്യോമതാവളങ്ങൾക്ക് സമീപം ഈ ELFകൾ സ്ഥാപിക്കുന്നതിലൂടെ ലോജിസ്റ്റിക്കൽ പ്രതികരണ സമയം കുറയ്ക്കുകയും പ്രവർത്തന ലൂപ്പ് കേടാകാതെ ഇരിക്കുകയും ചെയ്യുന്നു. യുദ്ധസമയത്തോ പ്രകൃതി ദുരന്തങ്ങളിലോ ഹൈവേ അധിഷ്ഠിത ELFകൾ സുപ്രധാനമായ ഒരു ബാക്കപ്പ് ആണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തുന്നത് അറിയപ്പെടുന്ന ഒരു സ്ട്രാറ്റജിക് മൂവാണ്. വിമാന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് ശരിക്കും തന്ത്രപരമായ മറ്റൊരു മൂവാണെന്ന് തന്നെ പറയാം. പ്രധാന താവളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലും നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ധനം നിറയ്ക്കാനും വീണ്ടും ആയുധമാക്കാനും വിക്ഷേപിക്കാനുമൊക്കെ ELFകൾ ഉപയോഗിക്കാം. ഹൈവേ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് സാധ്യമാകുന്നതിലൂടെ ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ ഒരു പുതിയ ദേശീയ മാനദണ്ഡം സ്ഥാപിച്ചു. ഇന്ത്യയിൽ ഇതുവരെ ഒരിക്കലും കൈവരിക്കാത്ത ഒരു നേട്ടം. കാറ്റഗറി 2 ILS സംവിധാനവും ശക്തിപ്പെടുത്തിയ നടപ്പാതയുമുള്ള ഷാജഹാൻപൂർ എയർ സ്ട്രിപ്പ് 24/7 പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുക മാത്രമല്ല, യുദ്ധസമയത്തും മാനുഷിക പ്രതിസന്ധികളിലും ദ്രുത പ്രതികരണത്തിനുള്ള IAFന്റെ ശേഷി വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക പ്രതിരോധ ആസൂത്രണം, ഡ്യുവൽ യൂസ് എന്ന തത്വശാസ്ത്രത്തെ യോജിപ്പിച്ചുകൊണ്ട് ഈ എക്സ്പ്രസ് വേ ദേശീയ സുരക്ഷയ്ക്കുള്ള ഒരു റൺവേ ആണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഊന്നി പറയുന്നു. പൂർവാഞ്ചൽ, ബുന്ദേൽബണ്ട്, ആഗ്ര, ലക്നൌ തുടങ്ങിയ എക്സ്പ്രസ് വേകളിൽ ഇതിനകം തന്നെ പ്രവർത്തന സ്ട്രിപ്പുകൾ ഉള്ളതിനാൽ ഉത്തർപ്രദേശിന്റെ 4 റൺവേ മോഡൽ അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു മാതൃകയാണ്. പേൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഈ വ്യോമസേനാ അഭ്യാസത്തിന്റെ സമയം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദിയുടെ പരാമർശങ്ങൾ ഊഹാപോഹങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ എയർ ഡ്രിൽ ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്.